ഈ സ്റ്റോറി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക. അധ്യായം 92. നാഷണൽ ആയുർവേദിക് ഹോസ്പിറ്റലിന്റെ ഇപ്പോഴത്തെ അവസ്ഥയ്ക്ക് പരിഹാരം കാണാനായി ചന്ദ്രദാസ് നേരിട്ട് പോയി വാസുദേവനോട് ക്ഷമ പറയണമെന്ന് സുരഭി ഉപദേശിച്ചു. പക്ഷേ അയാൾക്ക് ആ അഭിപ്രായം ഒട്ടും തന്നെ ഉൾക്കൊള്ളാൻ കഴിഞ്ഞില്ല. അയാൾ അവളെ എതിർത്തു. ഞാൻ അവനോട് മാപ്പ് പറയാനോ? നടക്കില്ല സുരഭി. അവന്റെ മുന്നിൽ തല കുനിക്കുന്നതിനേക്കാളും മരിക്കുന്നതാണ് നല്ലത്. ഞാൻ ഇന്ന് അവന്റെ കാല് പിടിച്ച് മാപ്പ് ചോദിച്ചിട്ട് നാളെ മുതൽ എങ്ങനെ ഈ നാട്ടിൽ പുറത്തിറങ്ങി നടക്കും? എന്റെ അന്തസ്സും അഭിമാനവും ഒക്കെ അവിടെ കഴിയും. എനിക്ക് പറ്റില്ല. അയാൾ തീർത്തു പറഞ്ഞു. എന്താ അങ്കിൾ ഇത്? കുറച്ചുകൂടെ ബുദ്ധിപരമായിട്ട് ചിന്തിച്ചുകൂടെ? ഇന്ന് അയാളോട് മാപ്പ് പറയാതിരുന്ന നാളെ മുതൽ അന്തസ്സും അഭിമാനം ഉണ്ടാവോ? എല്ലാം നഷ്ടപ്പെടാൻ പോകുമ്പോഴും ഈഗോ വിട്ടൊരു കളിയില്ലല്ലേ. മുങ്ങാൻ പോകുന്ന കപ്പലാണ് ഇപ്പൊ നമ്മുടെ ഹോസ്പിറ്റല്. അത് മനസ്സിലാക്കി വേണം തീരുമാനമെടുക്കാൻ. സുരഭി ദേഷ്യത്തോടെ പറഞ്ഞു. എന്നാലും ഞാൻ എങ്ങനെ? ഓർക്കാൻ കൂടി വയ്യ. അയാൾ വീണ്ടും പറഞ്ഞു. പിന്നെ എനിക്ക് അവരോട് സ്നേഹം ഉണ്ടായിട്ടാ? ഇന്ന് ഇത്രയും ആൾക്കാർ നോക്കി നിൽക്കെ എന്റെ മുഖത്തടിച്ച അയാളോട് എനിക്ക് എന്താ സ്നേഹമാണെന്ന് കരുതിയോ? ഇത് വാശിക്കും പ്രതികാരത്തിനുള്ള സമയമല്ല, അതെനിക്കറിയാം. ഈ മാപ്പ് പറയുന്നതൊന്നും നമ്മുടെ ഇപ്പോഴത്തെ പ്രശ്നത്തിന് മുമ്പിൽ ഒന്നുമല്ല. പിന്നെ നമുക്കിപ്പൊ പിടിച്ചു നിൽക്കാൻ ഇതല്ലാതെ മറ്റൊരു വഴിയില്ല, സുരഭി പറഞ്ഞു. സുരഭി പറഞ്ഞതൊക്കെ കേട്ട് ചന്ദ്രദാസ് നിന്നിട്ട് നിൽപ്പുറയ്ക്കാതെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ നടന്നു. ഒടുവിൽ ഏറെ ആലോചിച്ച് ഗത്യന്തരമില്ലാതെ പല്ല് കടിച്ചുകൊണ്ട് അയാൾ സുരഭിയുടെ ഒപ്പം ചെല്ലാമെന്ന് സമ്മതിച്ചു. അവർ രണ്ടാളും അനന്തന്റെ ഡിസ്പെൻസറിയിലേക്ക് പോകുമ്പോൾ കയ്യിൽ കുറെ ഗിഫ്റ്റുകളും കരുതിയിരുന്നു. പിന്നെ മുഖത്ത് നല്ല പ്രസന്നതയും വിനയവും ഒക്കെ വാരി വിതറിയാണ് അവരവിടേക്ക് എത്തിയത്. ഈ സമയം അനന്തൻ ആ മരുന്നിന്റെ യഥാർത്ഥ കൂട്ടും കാര്യങ്ങളും പിന്നെ ഇപ്പോ ആ രോഗികളെ ബാധിച്ചിരിക്കുന്ന വിഷമിറക്കാനുള്ള മരുന്നുമൊക്കെ അച്ഛന് പഠിപ്പിച്ചു കൊടുക്കുകയാണ്. അപ്പോഴാണ് നഴ്സ് വന്ന് ചന്ദ്രദാസിന്റെയും സുരഭിയുടെയും വരവ് അറിയിച്ചത്. അവർ രണ്ടാളും തന്റെ ക്ലിനിക്കിൽ വന്നു എന്ന് കേട്ട് വാസുദേവൻ നന്നേ ഞെട്ടിയെങ്കിലും അനന്തന്റെ മുഖം കണ്ടാൽ അറിയാം അവൻ ആ വരവ് പ്രതീക്ഷിച്ചതാണെന്ന്. തൊലിക്കട്ടി സമ്മതിച്ചേ പറ്റൂ. ഇത്രയൊക്കെ ചെയ്തിട്ട് നമ്മുടെ ക്ലിനിക്കിന്റെ പടി കയറി വരാൻ അവർക്ക് അല്പം പോലും ഉളുപ്പ് തോന്നിയില്ലേ ആവൂ. എന്തായാലും വാ മോനെ, അവരുടെ ആവശ്യം എന്താണെന്ന് നോക്കാം. വാസുദേവൻ എഴുന്നേറ്റതും അനന്തൻ അയാളെ തടഞ്ഞു. അച്ഛൻ ഇവിടെ ഇരുന്നേ. അവര് വന്നത് എന്തിനാണെന്ന് അറിയാൻ ഓടിപ്പിടിച്ച് അങ്ങോട്ടേക്ക് പോകണ്ട, ഞാൻ പറഞ്ഞുതരാം. അച്ഛന് ഞാൻ ഇപ്പൊ പറഞ്ഞു തന്ന ഈ മരുന്നില്ലേ, അത് കിട്ടുമെന്നറിയാൻ തന്നെയാണ് ഒരു ഉളുപ്പും ഇല്ലാതെ രണ്ടും കൂടി കയറി വന്നിരിക്കുന്നത്. അവരിപ്പോ ആകെ പെട്ടു നിൽക്കല്ലേ. എന്തായാലും ആദ്യമായിട്ട് വന്ന സ്ഥിതിക്ക് ഇവിടുത്തെ കാറ്റൊക്കെ കൊണ്ട് കുറച്ചധികം നേരം അവിടെ ഇരിക്കട്ടെ. നമുക്ക് നമ്മുടെ ജോലി നോക്കാം. വാസുദേവൻ മകന്റെ തോളിലൊന്ന് തട്ടിക്കൊണ്ട് അവനോടൊപ്പം അവിടെ ഇരുന്നു. ശേഷം അവർ ആ പുസ്തകത്തിലുണ്ടായിരുന്ന മറ്റ് ഔഷധക്കൂട്ടുകളെ പറ്റി സംസാരിച്ചു. നേരം വൈകുന്തോറും ചന്ദ്രദാസിന്റെ മുഖം കനത്തു. സുരഭിക്കും നല്ല മുഷിച്ചിലുണ്ടായിരുന്നു. എങ്കിലും അവൾ നിലവിലെ സാഹചര്യം ഓർത്ത് സഹിച്ചു. പക്ഷേ ചന്ദ്രദാസൻ അങ്ങനെയല്ല. പല വലിയ വലിയ ഉദ്യോഗസ്ഥരും ഉന്നത സ്ഥാനങ്ങളിൽ ഇരിക്കുന്നവരുമൊക്കെ തന്നെ കാണാൻ അപ്പോയിന്റ്മെന്റ് എടുത്ത് കാത്തിരിക്കാറുണ്ട്. തന്നെക്കാൾ ഉയർന്ന സ്ഥാനത്തുള്ളവർക്ക് വേണ്ടി താനും ക്ഷമയോടെ കാക്കാറുണ്ട്. പക്ഷെ ഇതിപ്പോ തന്നെക്കാൾ ഒരുപാട് താഴെ തട്ടിൽ ജീവിക്കുന്ന സ്വന്തം അനിയന്റെ മുന്നിൽ ഇങ്ങനെ നാണം കെട്ട് വന്നിരിക്കുന്നതിന് അയാൾക്ക് വല്ലാത്ത ബുദ്ധിമുട്ട് തോന്നി. പ്രത്യേകിച്ച് നഴ്സ് ചെന്ന് തങ്ങൾ വന്നിട്ടുണ്ട് എന്ന് വാസുദേവനെ അറിയിച്ച് ഇത്രയും നേരം കഴിഞ്ഞിട്ടും അയാളും മകനും പുറത്തേക്ക് വരാത്തത് മനഃപൂർവ്വം തന്നെ അപമാനിക്കാനാണെന്ന് ചന്ദ്രദാസിന് മനസ്സിലാവുകയും ചെയ്തു. സ്റ്റാഫുകളൊക്കെ തന്നെ നോക്കുന്നത് കാണുമ്പോൾ അയാൾക്ക് തൊലി ഉരിയുന്നത് പോലെ തോന്നി. ചന്ദ്രദാസിന്റെയും സുരഭിയുടെയും കാത്തിരിപ്പിന് വിരാമമുണ്ടായത് അരുന്ധതി സ്കൂൾ വിട്ടു വന്നപ്പോഴായിരുന്നു. അനിയത്തി വന്നതറിഞ്ഞ് അനന്തനും പിന്നാലെ വാസുദേവനും ഡിസ്പെൻസറിക്ക് പുറത്തേക്ക് വന്നു. ഇല്ലായിരുന്നെങ്കിൽ ഇനിയും ഏറെ നേരം അവർക്ക് അവിടെ കാത്തിരിക്കേണ്ടി വന്നേനെ. അനന്ത, ഞങ്ങൾ വന്നിട്ട് ഒത്തിരി നേരമായി. എന്തായിരുന്നു പരിപാടി? തിരക്കിലാണോ? സുരഭി മുഷിച്ചിലും അമർഷവും ഒക്കെ മറച്ചു വെച്ചുകൊണ്ട് മുഖത്ത് ഒരു പാൽ പുഞ്ചിരിയും വരുത്തി ചോദിച്ചു. എന്താ പരിപാടിന്നോ? ഇതെന്റെ സ്ഥലമാ. എനിക്കിവിടെ പല പരിപാടിയും കാണും. അതൊന്നും നീ അന്വേഷിക്കേണ്ട കാര്യമില്ല. തിരിച്ച് ഈ ചോദ്യം ഞാൻ അങ്ങോട്ടേക്ക് ചോദിക്കണ്ടേ? ഇവിടെ നിങ്ങൾക്ക് എന്താ പരിപാടി? കുറെ നേരം ആയല്ലോ ഇവിടെ വന്ന് ഇരിപ്പ് തുടങ്ങിയിട്ട്, അനന്തൻ ചോദിച്ചു. അത് പിന്നെ ഞങ്ങൾ വന്നത്. സുരഭി അത്രയും പറഞ്ഞു നിർത്തി ചന്ദ്രദാസിന്റെ കയ്യിൽ ഒന്ന് തട്ടി അയാളെ കണ്ണു കാണിച്ചു. അപ്പോഴാണ് അയാൾ സംസാരിച്ചു തുടങ്ങിയത്. അത് വാസുദേവ,
ഞാൻ നിന്നോട് മാപ്പ് പറയാൻ വേണ്ടിയാണ് വന്നത്. അയാൾ മടിച്ചു പറഞ്ഞു. മാപ്പോ? എന്തിന്? വാസുദേവൻ ഇത് പ്രതീക്ഷിച്ചതാണെങ്കിലും ഒന്നും മനസ്സിലാകാത്തതുപോലെ ചോദിച്ചു. ചന്ദ്രദാസ് അവിടെ നിൽക്കുന്ന സ്റ്റാഫ്സിനെയും രോഗികളെയും ഒക്കെ നോക്കി. എല്ലാവരുടെയും മുന്നിൽ വെച്ച് വാസുദേവനോട് താഴ്ന്നു കൊടുക്കാൻ അയാൾക്ക് നല്ല മനപ്രയാസം തോന്നി. പിന്നെ വേറെ വഴിയില്ലല്ലോ എന്ന് ആലോചിച്ച് അയാൾ സംസാരിച്ചു. വാസു, നിനക്കറിയില്ല, കഴിഞ്ഞ കുറെ വർഷങ്ങളായിട്ട് ഞാൻ എന്താ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നതെന്ന്. നിനക്ക് നമ്മുടെ കുട്ടിക്കാലം ഓർമ്മയുണ്ടോ? അന്ന് നിനക്ക് ഞാനെന്ന് വെച്ച ജീവനായിരുന്നു. നിന്നെ അച്ഛൻ ഇറക്കി വിടാൻ തീരുമാനിച്ചപ്പോ ഞാൻ അച്ഛനെ പറഞ്ഞു മനസ്സിലാക്കാൻ കുറെ ശ്രമിച്ചതാ. പക്ഷെ നിനക്കറിയാലോ നമ്മുടെ അച്ഛന്റെ സ്വഭാവം. ദേഷ്യം കയറിയാ പിന്നെ ആര് പിടിച്ചാലും നിൽക്കില്ല. പക്ഷെ നിനക്കറിയോ, നിന്നെ ഇറക്കി വിട്ടതിന് ശേഷം ഞാൻ ഒരു രാത്രി പോലും സ്വസ്ഥമായിട്ട് ഉറങ്ങിയിട്ടില്ല. അയാൾ വളരെ നന്നായി തന്നെ ഭാവാഭിനയം കാഴ്ചവെച്ചു. അതുകൊണ്ട് വാസുദേവൻ നിർവികാരനായി ചോദിച്ചു. ഇത്രയും പറഞ്ഞു കഴിയുമ്പോൾ വാസുദേവന്റെ മനസ്സ് ഇളകുമെന്നായിരുന്നു ചന്ദ്രദാസ് കരുതിയത്. എന്നാൽ അനുജന്റെ ചോദ്യം അയാളെ തെല്ലൊന്ന് അമ്പരപ്പിച്ചു. അയാൾ ഇങ്ങനെ ഇനി വെറുതെ നാടകം കളിച്ച് സമയം പാഴാക്കിയിട്ട് കാര്യമില്ല എന്ന് തിരിച്ചറിഞ്ഞ് നേരെ വിഷയം അവതരിപ്പിച്ചു. സമയം ഒരുപാട് കടന്നുപോയെന്ന് എനിക്കറിയാം. ഇനി ഞാൻ നിന്നോട് മാപ്പ് പറഞ്ഞാലും എന്ത് പ്രായശ്ചിത്തം ചെയ്താലും കഴിഞ്ഞുപോയ കാലത്തിന് പകരമാവില്ല. പക്ഷേ നിനക്ക് അതിന്റെ പേരിൽ എന്നോട് എന്തെങ്കിലും ദേഷ്യം ഉണ്ടെങ്കിൽ അതെന്റെ പേഷ്യൻസിനോട് കാണിക്കരുത്. അവരെ എങ്ങനെയെങ്കിലും രക്ഷിക്കണം. വാസുദേവനോട് അത്രയും പറഞ്ഞു കഴിഞ്ഞ് അയാൾ നേരെ അനന്തന്റെ അടുത്തേക്ക് തിരിഞ്ഞു. അനന്ത, ആ പുസ്തകങ്ങൾ രണ്ടും നിന്റെയാ. അപ്പോ അതിലെ ഔഷധക്കൂട്ടുകൾ ഉപയോഗിച്ചുണ്ടായ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാനും നിന്നെ കൊണ്ട് പറ്റുമെന്ന് എനിക്കറിയാം. എന്നെ കൈവിടരുത്. അയാൾ പറഞ്ഞത് കേട്ട് വാസുദേവൻ ശബ്ദമുയർത്തി ചോദിച്ചു. അപ്പോ താൻ ആ ബുക്സ് മോഷ്ടിച്ചതാണെന്ന് സമ്മതിച്ചു. ഗുഡ്. തനിക്കൊരു വൈദ്യന് വേണ്ട എന്തെങ്കിലും ഒരു എത്തിക്സ് ഉണ്ടായിരുന്നുവെങ്കിൽ താൻ ഞങ്ങളോട് ഈ പണി കാണിക്കുമായിരുന്നോ? വാസുദേവൻ ചോദിച്ചു. എനിക്കറിയാം ഞാൻ ചെയ്തത് തെറ്റാണ്. പക്ഷെ എനിക്കിപ്പോ എന്റെ രോഗികളുടെ ജീവനാണ് വലുത്. പ്ലീസ്, അവരെ രക്ഷിച്ച ശേഷം നിങ്ങൾ എന്നെ ഇതിന്റെ പേരിൽ തല്ലുകയോ കൊല്ലുകയോ എന്താന്ന് വെച്ചാ ചെയ്തോ? അയാൾ വാസുദേവനോട് പറഞ്ഞു. അനന്തനാണ് അയാളോട് പിന്നീട് സംസാരിച്ചത്. എന്താ വല്യച്ഛ ഇത്? ഞങ്ങൾ എങ്ങനെയാ വല്യച്ഛനെ കൊല്ലുന്നേ? അങ്ങനെയൊക്കെ ഞങ്ങൾ ചെയ്യോ? പിന്നെ രോഗികളുടെ കാര്യം, അതിപ്പോ രോഗികൾ വല്യച്ഛന്റെ ആയാലും അച്ഛന്റെ ആയാലും എന്റെ ആയാലും അതിൽ വലിയ പ്രസക്തിയൊന്നുമില്ല. ഒരു വൈദ്യനെ സംബന്ധിച്ച് ഏതൊരു രോഗിയുടെയും ജീവനും ആരോഗ്യവും ഇമ്പോർട്ടന്റ് ആണ്. അതിപ്പോ സ്വന്തം ഹോസ്പിറ്റലിലെ രോഗിയാണോ അപ്പുറത്തെ ഹോസ്പിറ്റലിലെ രോഗിയാണോ എന്നൊന്നും നോക്കിയിട്ടല്ലല്ലോ. ഞങ്ങൾ ഉറപ്പായും അവരെ രക്ഷിക്കും. അനന്തൻ പറഞ്ഞത് കേട്ട് അയാൾക്ക് ആശ്വാസമായി. പക്ഷേ ആ ആശ്വാസം അധിക നേരം നീണ്ടു നിന്നില്ല. അതിനു മുൻപ് അനന്തന്റെ അടുത്ത ചോദ്യം വന്നു. പക്ഷെ ഞങ്ങൾ വല്യച്ഛനെ സഹായിക്കണമെങ്കിൽ ഒരു കണ്ടീഷൻ ഉണ്ട്. അനന്തൻ പറഞ്ഞു തീരുന്നതിന് മുൻപ് ചന്ദ്രദാസ് അങ്ങോട്ട് കയറി ചോദിച്ചു. ആ 2 പുസ്തകങ്ങൾ തിരിച്ചു തരണമെന്നല്ലേ? അത് തരാം, ഉറപ്പായും തരാം. അയാളുടെ മറുപടി കേട്ട് അനന്തൻ ചിരിച്ചുകൊണ്ട് അല്ല എന്ന് തലയാട്ടി. അയ്യോ അതല്ല വല്യച്ഛ. അതിപ്പോ വല്യച്ഛൻ എന്തായാലും ആ ബുക്സ് എനിക്ക് തിരിച്ചു തന്നേ പറ്റൂ. ഇനി അത് വല്യച്ഛന്റെ കയ്യിൽ ഇരുന്നിട്ട് പ്രത്യേകിച്ച് പ്രയോജനമൊന്നുമില്ലല്ലോ. അനന്തൻ പറഞ്ഞത് കേട്ട് അയാൾ സംശയത്തോടെ അവനെ നോക്കി. ഇത് വേറൊരു കാര്യ. ഇവിടെയുള്ള ചാരൻ അതാരാണെന്ന് പറഞ്ഞാ മതി. മനസ്സിലായില്ലേ? ഞങ്ങളുടെ കൂടെ ജോലി ചെയ്ത് ഞങ്ങൾ കൊടുക്കുന്ന ശമ്പളവും മേടിച്ച് പോക്കറ്റിലിട്ട് വല്യച്ഛൻ ചോദിച്ചപ്പോ ഞാൻ നിധി പോലെ കാത്തുവെച്ച് ബുക്സ് എടുത്ത് തന്നില്ലേ? ആ ചാരൻ ആരാന്നാ ചോദിച്ച്. അനന്തൻ പറഞ്ഞത് കേട്ട് ചന്ദ്രദാസ് ഒന്ന് ഞെട്ടി. സ്റ്റാഫുകൾ എല്ലാവരും പരസ്പരം നോക്കുന്നുണ്ട്. ചന്ദ്രദാസ് അവിടെ നിൽക്കുന്ന സ്റ്റാഫുകളിൽ എല്ലാവരുടെയും മുഖത്ത് നോക്കി. പക്ഷേ ആരുടെയും പേര് പറയുകയോ ആരെയും ചൂണ്ടിക്കാണിക്കുകയോ ചെയ്തില്ല. ശരി, നിങ്ങൾ പറയാൻ തയ്യാറല്ലെങ്കിൽ കുഴപ്പമില്ല. ഞാൻ അല്ലാതെ തന്നെ ആളെ പിടിച്ചോളാം. ഇവിടുത്തെ സ്റ്റാഫ്സിന്റെ ഒക്കെ ബാങ്ക് അക്കൗണ്ട് ഒന്ന് ചെക്ക് ചെയ്താൽ മാത്രം മതി കള്ളനെയോ കള്ളിയെയോ പിടിക്കാൻ. അത് മാത്രമല്ല, മാളവിക നന്ദഗോപാല് ഇപ്പോഴും അൺകോൺഷ്യസ് തന്നെയാണ്. അവർക്ക് എന്തെങ്കിലും സംഭവിച്ച എന്റെ വല്യച്ഛനും വല്യച്ഛന്റെ സ്പൈയും എല്ലാവരും കൂട്ടത്തോടെ അടിയാണ്. അനന്തൻ പറഞ്ഞത് കേട്ട് ചന്ദ്രദാസിന്റെ മുഖം വിളറി. അപ്പോഴേക്കും ഒരു സെക്യൂരിറ്റി മുന്നോട്ട് വന്ന് അനന്തന്റെ കാൽക്കൽ വീണു. അനന്തൻ സാർ, എന്നോട് ക്ഷമിക്കണം. ഞാൻ കാശ് കണ്ടപ്പോ എന്റെ മനസ്സൊന്ന് പതറി. ഞാനാണ് ചെയ്തത്. വിശ്വാസവഞ്ചനയാണ്, അറിയാം. പക്ഷെ ഇത്രയും ആൾക്കാരുടെ ജീവൻ വെച്ചുള്ള കളിയാണെന്ന് സത്യമായിട്ടും എനിക്ക് അറിയില്ലായിരുന്നു. എനിക്ക് മാപ്പ് തരണം.
അയാൾ കരഞ്ഞു പറഞ്ഞു. മിണ്ടരുത്. നാണമില്ലല്ലോ രണ്ടാൾക്കും. ഡോക്ടർ എന്ന് സ്വയം വിശേഷിപ്പിക്കാനൊക്കെ തനിക്ക് എന്ത് യോഗ്യതയുണ്ട്? കൈക്കൂലിയായിട്ട് നടക്ക മറ്റുള്ളവരുടെ സ്ഥാപനത്തിൽ എന്തെങ്കിലും നിധി ഇരിപ്പുണ്ടോന്നറിയാൻ അനന്തൻ ചന്ദ്രദാസിനോട് പറഞ്ഞു. അനന്തൻ സാർ ക്ഷമിക്കുമെന്ന് കരുതിയിരുന്ന ആ സെക്യൂരിറ്റിയുടെ മുഖത്തേക്ക് അനന്തൻ ആഞ്ഞൊരു തുഴി തൊഴിച്ചു. അയാൾ ദൂരേക്ക് തെറിച്ചു വീഴുകയും അപ്പോൾ തന്നെ ബോധം മറയുകയും ചെയ്തു. മറ്റു സ്റ്റാഫുകൾ കൂടി കാണാൻ വേണ്ടി തന്നെയാണ് അനന്തൻ ഇങ്ങനെ പ്രതികരിച്ചത്. ഒന്നാമതേ, ചുറ്റിനും നിറയെ ശത്രുക്കളാണ്. കൂടെ നിൽക്കുന്നവരും കൂടി ചതിച്ചാൽ താൻ മാത്രമല്ല തന്റെ അച്ഛനും അനിയത്തിയും കൂടി അപകടത്തിൽപ്പെടുമെന്ന നല്ല പേടിയുണ്ടായിരുന്നു. ഇനി നാളെ തന്റെ മറ്റൊരു ശത്രു വന്ന് വേറെ ഏതെങ്കിലും സ്റ്റാഫിന് പണം ഓഫർ ചെയ്താൽ അപ്പോഴും ഇത് ആവർത്തിക്കരുത് എന്ന് കരുതി തന്നെയാണ് അനന്തൻ അയാളോട് ഇത്രയും ക്രൂരമായി തന്നെ പ്രതികരിച്ചത്. ജഗ, ഈ കൂടെ നിന്ന് കാലുവാരി ഇവൻ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാ നീ നോക്കിക്കോ. അനന്തൻ പറഞ്ഞു തീർന്നതും ജഗൻ ഇറങ്ങി വന്ന് ആ സെക്യൂരിറ്റിയെ ചുമലിൽ എടുത്തിട്ടു. ഇത് കണ്ട സ്റ്റാഫ് എല്ലാവരും ഭയന്ന് വിറച്ചു നിൽക്കുകയാണ്. ആദ്യമായി ജഗൻ അവിടേക്ക് വന്ന ദിവസം അവരുടെ ഓർമ്മയിൽ തെളിഞ്ഞു. അത്രയും മുറിവുകളും വെടിയുണ്ടകളും ഒക്കെ ആയിട്ട് ഭയാനകമായിരുന്നു ആ കാഴ്ച. അത്രയും വെടിയുണ്ടകൾ ഏറ്റുവാങ്ങണമെങ്കിൽ ജഗനും അത്ര നിസാരനായിരിക്കില്ലല്ലോ. അയാളെ കൊല്ലാനുള്ള ഭാവത്തിൽ ചുമലിലിട്ട് കൊണ്ടുപോകുന്ന ജഗനെ അവർ ഭയത്തോടെ നോക്കി നിന്നു. ചന്ദ്രദാസിനോട് അനന്തൻ ക്ഷമിക്കുമോ? അധ്യായം 93. തന്റെ കൂടെ നിന്ന് ചതിച്ച സെക്യൂരിറ്റിക്ക് വേണ്ട ശിക്ഷ നൽകി അനന്തൻ വീണ്ടും ചന്ദ്രദാസിന്റെയും സുരഭിയുടെയും നേരെ തിരിഞ്ഞു. എന്താ അനന്ത സത്യത്തിൽ നിന്റെ പ്രശ്നം? നിനക്ക് എന്താ വേണ്ടെന്ന് തെളിച്ചു പറ. എന്ത് വേണമെങ്കിലും ഞങ്ങൾ ചെയ്യാം. നീ ആ രോഗികളെ ഒന്ന് രക്ഷിച്ചാൽ മാത്രം മതി, സുരഭി പറഞ്ഞു. എനിക്കെന്താ വേണ്ടെന്നോ? അത് ഞാൻ എന്തിനു നിങ്ങളോട് പറയണം? എനിക്ക് വേണ്ടത് എന്താണെന്ന് ഞാൻ ഹെൽത്ത് സെക്രട്ടറി ധനഞ്ജയനോട് പറഞ്ഞോളാം. അനന്തൻ പറഞ്ഞു തീർന്നതും യദു ധനഞ്ജയൻ ഭട്ടതിരിയെയും കൂട്ടി അവിടേക്ക് വന്നു. ഹെൽത്ത് സെക്രട്ടറി, നിങ്ങൾ എന്താ ഇവിടെ? ചന്ദ്രദാസ് ചോദിച്ചു. നീ എപ്പോഴാ ഇദ്ദേഹത്തെ വിളിച്ചത്? സുരഭിയാണ് ചോദിച്ചത്. നിങ്ങൾ എത്തുന്നതിന് മുൻപേ തന്നെ അദ്ദേഹം ഇവിടെ എത്തി. അനന്തൻ പറഞ്ഞത് കേട്ട് രണ്ടാളും ഒന്ന് ഞെട്ടി. അവർ സംസാരിച്ചത് മുഴുവൻ അയാൾ കേട്ടിരിക്കുന്നു എന്ന് അവർക്ക് മനസ്സിലായി. താൻ പറഞ്ഞതൊക്കെ അകത്ത് റെക്കോർഡായിട്ടുണ്ട് ചന്ദ്രദാസ്. മറ്റൊരാളിന്റെ മെഡിക്കൽ റെഫറൻസ് ബുക്ക് അടിച്ചു മാറ്റി അതിലെ മരുന്നുകളൊന്നും കൺഫേം പോലും ചെയ്യാതെ പേഷ്യൻസിന്റെ ശരീരത്തിൽ പ്രയോഗിച്ച് അവരെ മരണക്കിടക്കയിലാക്കിയിട്ട് താൻ പ്രശ്നപരിഹാരത്തിന് ഇറങ്ങിയതാണല്ലേ? കഷ്ടം. ധനഞ്ജയൻ ഭട്ടതിരി ചോദിച്ചു. ഇല്ല സർ, ഞാനൊന്നും മോഷ്ടിച്ചിട്ടില്ല. കള്ളം പിടിക്കപ്പെട്ടുവെങ്കിലും തന്റെ പരമാവധി വിട്ടുകൊടുക്കാതിരിക്കാൻ ശ്രമിച്ചു. ഓ, ഞാൻ കരുതിയത് നിങ്ങൾക്ക് അബദ്ധം പറ്റിയതാവുമെന്ന്. ഇതിപ്പോ അനന്തന്റെ ബുക്ക് നോക്കിയല്ല ട്രീറ്റ്മെന്റ് നടത്തിയതെങ്കിൽ ഈ സംഭവിച്ചതിനെല്ലാം താൻ മാത്രമാവും റെസ്പോൺസിബിൾ. നാഷണൽ ആയുർവേദിക് ഹോസ്പിറ്റലിന്റെ സൽപ്പേര് ഇതോടെ തൊലയും, ധനഞ്ജയൻ പറഞ്ഞു. ചന്ദ്രദാസ് എന്തെങ്കിലും മറുത്തു പറയുന്നതിന് മുൻപ് തന്നെ സുരഭി അതിന് മറുപടി പറഞ്ഞു. ഈ ആയുർവേദ പുസ്തകങ്ങള് നാഷണൽ ആയുർവേദിക് ഹോസ്പിറ്റലിന്റെ അല്ല. ഇതിപ്പോ എവിടെ നിന്ന് വന്നു എന്ന് ഞങ്ങൾക്ക് ആർക്കും അറിയയില്ല. പേഷ്യൻസിന് എന്തെങ്കിലും പറ്റിയാ അത് ട്രീറ്റ് ചെയ്ത ഡോക്ടറിന്റെ അനാസ്ഥ എന്ന് മാത്രമേ പറയാൻ കഴിയൂ. ഇതിപ്പോ ഡോക്ടർ ചന്ദ്രദാസിന്റെ ഭാഗത്തുനിന്ന് പറ്റിയ മിസ്റ്റേക്ക് തന്നെയാണ്. അതിന് നാഷണൽ ആയുർവേദിക് ഹോസ്പിറ്റൽ എന്ത് പിഴച്ചു? അവിടുത്തെ മറ്റു ഡോക്ടേഴ്സ് പോലും ഇതൊന്നും അറിഞ്ഞിട്ടില്ല. സുരഭി പറയുന്നത് കേട്ട് ചന്ദ്രദാസിന് ദേഷ്യം വന്നു. സുരഭി, എന്താ ഇങ്ങനെ പറയണേ? അയാൾ ദേഷ്യവും അതിശയവും കലർന്നാണ് ചോദിച്ചത്. സുരഭി അയാൾക്ക് മറുപടി ഒന്നും നൽകാതെ നേരെ ഹെൽത്ത് സെക്രട്ടറിയുടെ അടുത്തേക്ക് തിരിഞ്ഞു. ഈ ബുക്സും നാഷണൽ ആയുർവേദിക് ഹോസ്പിറ്റലുമായി യാതൊരു ബന്ധവുമില്ല എന്ന് തെളിയിക്കാൻ എന്ത് വേണമെങ്കിലും ചെയ്യാം സർ. ഇപ്പോ ഈ നടന്നതിന്റെ എല്ലാം പൂർണ്ണ ഉത്തരവാദിത്തം ഡോക്ടർ തന്നെ ഏറ്റെടുക്കണം, സുരഭി ചന്ദ്രദാസിനെ നോക്കി പറഞ്ഞു. ചന്ദ്രദാസ് വർമ്മ, താൻ ഈ സംഭവങ്ങളുടെ എല്ലാം റെസ്പോൺസിബിലിറ്റി ഏറ്റെടുത്ത് സ്വയം രാജിവെക്കല്ലാതെ വേറൊരു ഓപ്ഷൻ തനിക്ക് മുന്നിലില്ല. തന്റെ ലൈസൻസ് ഞാൻ ക്യാൻസൽ ചെയ്യും. നാഷണൽ ആയുർവേദിക് ഹോസ്പിറ്റലിൽ നിന്ന് പുറത്താവുകയും ചെയ്യും. ഹെൽത്ത് സെക്രട്ടറിയുടെ വാക്കുകൾ കേട്ട ചന്ദ്രദാസ് ആകെ ടെൻഷനിലായി. എന്താ സാർ ഈ പറയുന്നത്? ഞാൻ നാഷണൽ ആയുർവേദിക് ഹോസ്പിറ്റലിന്റെ ഡയറക്ടറാണ്. എന്റെ ലൈസൻസ് ക്യാൻസൽ ചെയ്ത അയാൾ വെപ്രാളത്തോടെ പറഞ്ഞു. തനിക്ക് നാഷണൽ ആയുർവേദിക് ഹോസ്പിറ്റലിനോട് അത്ര സ്നേഹമാണെങ്കിൽ താൻ അവിടെ നിന്നും രാജിവെച്ച് പോകുന്നത് തന്നെയാണ് നല്ലത്. അല്ലാതെ ഇയാൾ ഹോസ്പിറ്റലും കെട്ടിപ്പിടിച്ചിരിക്കാനാണ് ഭാവമെങ്കിൽ അത് ഉടനെ തന്നെ അടച്ചു പൂട്ടേണ്ടി വരും, ഹെൽത്ത് സെക്രട്ടറി പറഞ്ഞു. അനന്തൻ സുരഭിയെ വല്ലാത്തൊരു നോട്ടം നോക്കി.
അവൻ അതിശയമായിരുന്നു അവളുടെ ഈ സ്വഭാവം. നിന്ന നിൽപ്പിന് മറുകണ്ഠം ചാടാൻ അവൾക്ക് നല്ല കഴിവാണെന്ന് അവൻ അറിയാം. പക്ഷേ ഇതിപ്പോ ഹോസ്പിറ്റലിന്റെ അഭിമാനം സംരക്ഷിക്കാൻ വേണ്ടി ഭാവി അമ്മായി അച്ഛനെ പോലും പിന്നിൽ നിന്ന് കുത്തിയിരിക്കുകയാണ് അവൾ. ഈ അവസ്ഥയ്ക്കുള്ള സൊല്യൂഷൻ നിങ്ങളുടെ കയ്യിലുണ്ടോ? ഐ മീൻ ഈ വിഷത്തിനുള്ള ട്രീറ്റ്മെന്റ്? ധനഞ്ജയൻ അനന്തനോടും വാസുദേവനോടും കൂടി ചോദിച്ചു. വാസുദേവൻ ഒരു പുഞ്ചിരിയോടെ അതിന് മറുപടി പറഞ്ഞു. തീർച്ചയായും സർ. സത്യത്തിൽ ഞങ്ങൾ അതിനെപ്പറ്റി തന്നെയാണ് സംസാരിച്ചു കൊണ്ടിരുന്നത്. ഈ ബുക്കിൽ കുറച്ച് പുതിയ തരം ട്രീറ്റ്മെന്റ് മെത്തേഡ്സും മെഡിസിൻസും ഒക്കെ ഉണ്ടായിരുന്നു. ഞങ്ങൾ കുറച്ച് എക്സ്പെരിമെന്റ്സ് കൂടി കഴിഞ്ഞ് ചില മാറ്റങ്ങൾ കൂടി വരുത്തിയ ശേഷം ഇത് മെഡിക്കൽ കൗൺസിലിനും ഹെൽത്ത് ഡിപ്പാർട്ട്മെന്റിനും ഒക്കെ സബ്മിറ്റ് ചെയ്യാമെന്ന് കരുതിയിരിക്കുന്ന സമയത്താണ് ഇത് മോഷണം പോയത്. ഇതിലെ കറക്റ്റ് ചെയ്യാത്ത ട്രീറ്റ്മെന്റ്സ് യൂസ് ചെയ്ത് ഇത്രയും പേഷ്യൻസ് ബുദ്ധിമുട്ടുമെന്ന് ഞങ്ങൾ രണ്ടാളും സ്വപ്നത്തിൽ പോലും കരുതിയില്ല സർ. ഒരു കണക്കിന് ഇതിനെല്ലാം കാരണം ഞങ്ങൾ തന്നെയാ. ഈ രോഗികളെയൊക്കെ രക്ഷിക്കാൻ ഞങ്ങൾ ഉണ്ടാവും സർ. അതിനുള്ള മരുന്നും ഇവിടെ റെഡിയാണ്. വാസുദേവൻ പറഞ്ഞു. സർ, പോയിസൺസ് ആയ രോഗികളെയൊക്കെ ഇങ്ങോട്ടേക്ക് ഷിഫ്റ്റ് ചെയ്യുകയാണെങ്കിൽ എളുപ്പമായെന്നെ. ഒരു സൈഡ് എഫക്റ്റ് പോലും ഉണ്ടാക്കാത്ത രീതിയിൽ ഞങ്ങൾ എല്ലാവരെയും ഭേദമാക്കുമെന്ന് ഞാൻ ഗ്യാരണ്ടി തരുന്നു. അനന്തൻ അത്രയും പറഞ്ഞപ്പോഴേക്കും എന്തോ ആലോചിച്ച് മൂകമായി നിന്ന വാസുദേവൻ പെട്ടെന്ന് ഇങ്ങനെ പറഞ്ഞു. ഇല്ല മോനെ, എനിക്ക് അവരെ ചികിത്സിക്കാൻ കഴിയില്ല. വാസുദേവൻ പറഞ്ഞത് കേട്ട് ധനഞ്ജയൻ കാര്യം എന്താണെന്ന ഭാവത്തിൽ അനന്തനെ നോക്കി. അച്ഛാ, എനിക്ക് മനസ്സിലായി. ലൈസൻസിന്റെ കാര്യം ഓർത്തല്ലേ അച്ഛൻ ഇപ്പൊ ഇങ്ങനെ പറയുന്നേ? അനന്തൻ ചോദിച്ചു. 2 വർഷം മുൻപ് നടന്നതൊക്കെ ഞാനും കേട്ടിട്ടുണ്ട്. അതൊക്കെ വിട്ടേക്ക്. ഒരു കള്ളക്കേസ് ഉണ്ടാക്കി ലൈസൻസ് കളയിച്ചത് തന്റെ വീട്ടുകാർ തന്നെയാണ് എന്നൊക്കെ എനിക്കും അറിയാം. പക്ഷെ അതറിയാവുന്നവരാരും തനിക്ക് അനുകൂലമായി വായി തുറക്കില്ല, അല്ലടോ. തന്റെ ലൈസൻസ് ഒക്കെ നമുക്ക് ശരിയാക്കാവുന്നതേ ഉള്ളൂ. അത് കാരണം രോഗികൾ ട്രീറ്റ്മെന്റ് കിട്ടാതെ വലയണ്ട, ധനഞ്ജയൻ പറഞ്ഞു. ഇത് കേട്ട വാസുദേവന് വളരെയധികം സന്തോഷമായി. വളരെ നാളുകൾക്ക് ശേഷമാണ് അയാൾ തന്റെ കൈകൾ കൊണ്ട് രോഗികളെ ചികിത്സിക്കാൻ പോകുന്നത്. അതിൻ്റെതായ എല്ലാ ആഹ്ലാദവും അയാളിൽ അന്നേരം കാണാം. പക്ഷേ അയാളെക്കാളും സന്തോഷം അനന്തനായിരുന്നു. അവൻ എന്തിനു വേണ്ടിയാണോ ഇത്രയും കഷ്ടപ്പെട്ടത് അത് നേടിയിരിക്കുന്നു. അച്ഛനെ ചതിച്ച് ഈ കാലം അത്രയും വിഷമിപ്പിച്ചവർക്ക് നല്ല പണി തന്നെ കൊടുക്കുകയും ചെയ്തു. ഒരു മകൻ എന്ന നിലയിൽ അവന്റെ മനസ്സ് നിറഞ്ഞു. രാത്രിയോടെ നാഷണൽ ആയുർവേദിക് ഹോസ്പിറ്റലിലെ രോഗികളെയെല്ലാം അനന്തന്റെ ഡിസ്പെൻസറിയിലേക്ക് എത്തിച്ചു. അവരോടൊപ്പം ചാനലുകളും മറ്റ് സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസേഴ്സും പത്രക്കാരും ഒക്കെ എത്തിയിട്ടുണ്ട്. അവർക്കെല്ലാം അതിശയകരമായ വാർത്ത തന്നെയാണ്. നാഷണൽ ആയുർവേദിക് ഹോസ്പിറ്റലിൽ ചികിത്സയില്ലാത്ത ഒരു കാര്യത്തിന് ഇത്രയും ചെറിയൊരു ഡിസ്പെൻസറിയിൽ എങ്ങനെയാണ് ചികിത്സയുണ്ടാവുക എന്ന്. മാളവിക നന്ദഗോപാലിനെയും ഡിസ്പെൻസറിയിൽ എത്തിച്ചിട്ടുണ്ട്. ആദ്യം ചുണ്ടുകളിൽ കണ്ട കരിനീലിച്ച നിറം ഇപ്പോൾ കൈകാലുകളിലേക്ക് വരെ വ്യാപിച്ചിട്ടുണ്ട്. അതിനാൽ തന്നെ അവളുടെ അവസ്ഥയാണ് മറ്റു രോഗികളെക്കാളും ജനശ്രദ്ധ പിടിച്ചു പറ്റി വാർത്തകളിൽ നിറഞ്ഞു നിൽക്കുന്നത്. അവളുടെ അവസ്ഥയിൽ മാറ്റം വരാതെ തുടരുന്നത് കണ്ട് എന്ത് വേണമെന്നറിയാതെ നിൽക്കുന്ന വാസുദേവന്റെ അടുത്തേക്ക് അനന്തനെത്തി. അച്ഛാ, ഈ കുട്ടിയുടെ കണ്ടീഷൻ മറ്റുള്ളവരുടേതിൽ നിന്ന് ഡിഫറെന്റ് ആണ്. അച്ഛൻ അങ്ങോട്ട് ചെന്ന് ബാക്കിയുള്ളവരെ നോക്ക്, ഇത് ഞാൻ നോക്കിക്കോളാം. അനന്തൻ പറയുന്നത് കേട്ട് അയാൾ ധൈര്യത്തോടെ മാളവികയെ അനന്തന്റെ കയ്യിൽ ഏൽപ്പിച്ചു. മാളവിക നന്ദഗോപാലിന്റെ ആരോഗ്യനില വഷളാവുന്നത് കണ്ട് പുറത്ത് വളരെയധികം ടെൻഷനിലാണ് അവളുടെ മാനേജർ മഞ്ജുള കൃഷ്ണൻ. മറ്റു രോഗികളെ പോലെ ശരീരത്തിൽ വിഷം പടർന്നത് മാത്രമല്ല, വേറെയും എന്തൊക്കെയോ പ്രശ്നങ്ങൾ അവളുടെ ശരീരത്തെ ബാധിച്ചിട്ടുണ്ട് എന്ന അറിവ് അവളെ കൂടുതൽ ഉലച്ചു. മാളവികയുടെ അവസ്ഥയ്ക്ക് നാഷണൽ ആയുർവേദിക് ഹോസ്പിറ്റലിൽ പോലും ചികിത്സ ലഭ്യമല്ല എന്നിരിക്കെ ഇങ്ങനെ ഒരു ചെറിയ ക്ലിനിക്കിലേക്ക് കൊണ്ടുവന്നതിനോട് അവൾക്കൊട്ടും പൊരുത്തപ്പെടാൻ കഴിഞ്ഞില്ല. അതിനാൽ തന്നെ അവൾ അനന്തനെ നേരിട്ട് കണ്ട് അവളുടെ സന്ദേഹങ്ങൾ അവനോട് ചോദിച്ചു. മിസ്റ്റർ അനന്തൻ വർമ്മ, ഇയാൾക്ക് ഉറപ്പുണ്ടോ മാഡം ഈ ചെറിയ ക്ലിനിക്കിലെ ട്രീറ്റ്മെന്റ് കൊണ്ട് ബെറ്റർ ആവുമെന്ന്? അത്രയ്ക്ക് മോശമാണ് കണ്ടീഷൻ എന്ന് എനിക്കറിയാം. അതുകൊണ്ടാണ് ഞാൻ ചോദിക്കുന്നത്. ആ കാർ ആക്സിഡന്റ് തന്നെ വളരെ പാടുപെട്ടാണ് മാഡം ഓവർകം ചെയ്തത്. ബെറ്റർ ട്രീറ്റ്മെന്റിന് വേണ്ടി മാഡത്തെ അബ്രോഡ് കൊണ്ടുപോകണമെങ്കിലും ഞങ്ങൾക്ക് അതിന് കഴിയും. സോ ഇനിയും റിസ്ക് എടുത്ത് ടൈം കളയാതെ നിങ്ങളെ കൊണ്ട് പറ്റില്ലെങ്കിൽ അത് നേരത്തെ തുറന്നു പറയുന്നതാണ് നല്ലത്. മഞ്ജുള അവളുടെ ടെൻഷൻ ഒന്നും മറച്ചു വെച്ചില്ല. അനന്തൻ ക്ഷമയോടെ എല്ലാം കേട്ടതിന് ശേഷം വളരെ ശാന്തമായി തന്നെ മഞ്ജുളയോട് ഇപ്രകാരം മറുപടി പറഞ്ഞു. ഈ ലോകത്തിനെ എവിടേക്ക് കൊണ്ടുപോയാലും ഇവിടെ കിട്ടുന്നതിനേക്കാളും നല്ല ചികിത്സ കിട്ടില്ല. നിങ്ങളുടെ കൺസേൺ എനിക്ക് മനസ്സിലാവുന്നുണ്ട്. കുറച്ചു സമയത്തിനകം തന്നെ മാളവിക മാഡം ഓക്കെ ആവും. നിങ്ങൾക്ക് എബ്രോഡ് കൊണ്ടുപോകണമെന്ന് നിർബന്ധമാണെങ്കിൽ ഞാൻ തടയില്ല. പക്ഷെ മാഡത്തിനെ ആരോഗ്യത്തോടെ കാണുന്നതാണ് നിങ്ങൾക്ക് ഇമ്പോർട്ടന്റ് എങ്കിൽ കുറച്ചു സമയം കൂടി വെയിറ്റ് ചെയ്യാനേ ഞാൻ പറയൂ. ഇവരുടെ സംസാരം കേട്ട് വന്ന വാസുദേവനും മകനോട് തന്റെ സന്ദേഹം മറച്ചു വെച്ചില്ല. ആ
കുട്ടി ഇത്രയും നേരമായിട്ടും ഒരു ഇമ്പ്രൂവ്മെന്റ് ഇല്ലാതെ ഒരേ കിടപ്പ് തന്നെയാ. നിനക്ക് അത്രയ്ക്ക് ഉറപ്പുണ്ടോ ആ കുട്ടി എഴുന്നേൽക്കുന്ന്? ഒരു 3 മണിക്കൂർ അത്രയും ഞാൻ ആവശ്യപ്പെടുന്നുള്ളൂ അച്ഛാ. അത്രയും നേരം കൂടി നിങ്ങൾ എല്ലാവരും ഒന്ന് ക്ഷമിച്ചേ മതിയാകൂ. അതിൽ കൂടുതൽ ഒന്നും വിശദീകരിച്ച് സമയം പാഴാക്കാതെ അനന്തൻ മാളവികയുടെ അടുത്തേക്ക് ചെന്നു. അവനെ സംബന്ധിച്ച് അവൾ വലിയൊരു ഉത്തരവാദിത്തമാണ്. മറ്റു രോഗികൾക്ക് ഈ അവസ്ഥ വന്നത് ചന്ദ്രദാസിന്റെ കുശാഗ്ര ബുദ്ധിയുടെ അനന്തരഫലമായിട്ടാണെങ്കിൽ മാളവികയുടെ കാര്യത്തിൽ 90% അനന്തനാണ് കാരണക്കാരൻ. അന്നേരം അവൻ ആ സർജിക്കൽ ബ്ലേഡ് കൊണ്ട് കയ്യിൽ മുറിവുണ്ടാക്കാൻ ആവശ്യപ്പെട്ടില്ലായിരുന്നുവെങ്കിൽ മിനിമം 1 വർഷമെങ്കിലും കഴിഞ്ഞേനെ അവളുടെ ശരീരത്തിൽ ഈ വിഷം ആക്റ്റീവ് ആകാൻ. ഇത്രയും ഗുരുതരാവസ്ഥയിൽ അവളെ എത്തിച്ച ശേഷം ചികിത്സിക്കേണ്ടി വന്നത് താൻ അവളെ സത്യാവസ്ഥ പുറത്തു കൊണ്ടുവരാനുള്ള ഒരു ഉപകരണമായി മാത്രം കണ്ടതിനാലാണ് എന്ന ചിന്ത അവനെ വല്ലാതെ ബാധിച്ചു. എനിക്കറിയാം മാളവിക, നിനക്ക് എന്നെ കേൾക്കാൻ കഴിയുന്നുണ്ട് എന്ന്. ഞാൻ ട്രീറ്റ്മെന്റ് സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. സോ എന്തു വന്നാലും നീ പാനിക് ആവുകയോ അനങ്ങുകയോ ചെയ്യരുത്, അവൻ അവളോട് മെല്ലെ പറഞ്ഞു. അനന്തൻ തന്റെ സിൽവർ നീഡിൽസ് എടുത്തു. ശേഷം അത് കയ്യിൽ മുറുകെ പിടിച്ച് ചില മന്ത്രങ്ങൾ ഉരുവിട്ടു. ആ നീഡിലുകളുടെ മുനയിൽ നിന്നും ചെറു തീനാളം ഉതിർന്നു തുടങ്ങി. മന്ത്രം ഉരുവിട്ട് കഴിഞ്ഞതും അവളുടെ ശരീരത്തിലെ ചില പ്രത്യേക സ്ഥാനങ്ങളിൽ അവൻ കൃത്യമായി അവ വെച്ചു. നിശ്ചിത സമയം കഴിഞ്ഞപ്പോൾ അവൻ മേദിനീധാര തുള്ളികളായി അവളുടെ ചുണ്ടിലേക്ക് ഇറ്റിച്ചു കൊടുത്തു. അവളുടെ ശരീരത്തിലെ കരിനീലിച്ച നിറം മങ്ങി വന്നു. അവളുടെ വിരലുകൾ ചലിച്ചു തുടങ്ങിയത് കണ്ട അനന്തൻ വേഗം അവളുടെ അടുത്തേക്ക് നീങ്ങിയിരുന്നു. അവളുടെ നാഡി പിടിച്ചു നോക്കിക്കൊണ്ട് എത്ര നിമിഷത്തിനകം അവൾ കണ്ണു തുറക്കുമെന്ന് കണക്ക് കൂട്ടി. ആഹാ, പ്രതീക്ഷിച്ചതിലും നേരത്തെ കണ്ണു തുറന്നല്ലോ. നാഡി പരിശോധിക്കുന്ന തന്നെ അർദ്ധബോധത്തോടെ അവൾ മിഴിച്ചു നോക്കുന്നത് കണ്ട് അനന്തൻ ചോദിച്ചു. അനന്തൻ കൊടുത്ത മേദിനീധാര കുടിച്ചതിലൂടെയാണ് അവൾ നേരത്തെ കണ്ണു തുറന്നത്. പക്ഷെ അപ്പോഴും അവളുടെ ഉള്ളിൽ എന്തോ പ്രശ്നം അവശേഷിച്ചിരുന്നു. താൻ തന്നെയല്ലേ അവിടെ വെച്ച്? താൻ ഡോക്ടറായിരുന്നോ? ഞാൻ മരിച്ചില്ലേ അപ്പോ? അവൾ പിച്ചും പേയും പോലെയാണ് ചോദിച്ചത്. ഒപ്പം കട്ടിലിൽ ശക്തിയായി പിടിച്ചുകൊണ്ട് അവൾ എഴുന്നേൽക്കാനും ശ്രമിച്ചു. എഴുന്നേക്കണ്ട, ശരീരം ഇപ്പോഴും വീക്കാണ്. അനന്തൻ അവളെ തടഞ്ഞു. ട്രീറ്റ്മെന്റ് കഴിഞ്ഞോ? എന്റെ മാനേജറെ വിളിക്ക് വേഗം, എനിക്ക് പോണം, ബില്ല് സെറ്റിൽ ചെയ്യണം, അവൾ പറഞ്ഞു. എന്താ ഈ പറയുന്നത്? ഡിസ്ചാർജ് ചെയ്യാനുള്ള സമയമായിട്ടില്ല. ശരീരത്തിൽ നിന്ന് വിഷം ഇറക്കിയിട്ടേ ഉള്ളൂ. ഇനിയുണ്ട് ട്രീറ്റ്മെന്റ്, അനന്തൻ പറഞ്ഞു. ചെയ്തിടത്തോളം മതി, ബാക്കി ഞാൻ നോക്കിക്കോളാം. ബില്ല് സെറ്റിൽ ചെയ്യാൻ പറഞ്ഞില്ലേ? അവളുടെ വിചിത്രമായ പെരുമാറ്റം കണ്ട് അനന്തൻ ഒന്നും മനസ്സിലാകാതെ അവളെ തുറിച്ചു നോക്കി. എന്തായിരിക്കും മാളവിക പെട്ടെന്ന് പാനിക് ആവാനുള്ള കാരണം? അധ്യായം 94. ഏറെ നേരത്തെ ചികിത്സയ്ക്കൊടുവിൽ മേദിനീധാരയുടെ സഹായത്തോടെ അനന്തൻ മാളവികയെ ഉണർത്തി. പക്ഷേ ബോധം വന്ന മാളവികയുടെ പെരുമാറ്റം അനന്തനെ ഞെട്ടിച്ചു. തൽക്കാലം വിഷം ഇറക്കിയില്ലേ, അത് മതി, എനിക്കിപ്പോ പ്രശ്നമൊന്നുമില്ല. ഡിസ്ചാർജ് ചെയ്തു, എനിക്ക് പോണം, മാളവിക പറഞ്ഞു. ശരി, ആസ് യു വിഷ്. അവളോട് തർക്കിക്കേണ്ട ആവശ്യം തനിക്കില്ല എന്ന് തോന്നി അനന്തൻ അത്രയും പറഞ്ഞുകൊണ്ട് അവിടെ നിന്ന് ഇറങ്ങിപ്പോയി. എന്തായി, എങ്ങനെയുണ്ട് ഇപ്പോ? മാനേജർ മഞ്ജുള കൃഷ്ണൻ അനന്തനെ കണ്ടതും ഓടി വന്ന് ചോദിച്ചു. അനന്തൻ അതിന് മറുപടി പറയുന്നതിന് മുൻപേ അവൾ ആദിയോടെ വീണ്ടും ചോദിച്ചു. അല്ല, 3 മണിക്കൂർ കഴിഞ്ഞേ എന്തെങ്കിലും പറയാൻ കഴിയൂ എന്നല്ലേ പറഞ്ഞത്? പിന്നെന്താ ഇത്രയും വേഗം തിരിച്ചു വന്നേ? മാഡത്തിന് എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ആളൊക്കെ ആയിട്ടുണ്ട്, ഇയാളെ കാണണമെന്നാണ് പറയുന്നത്, അങ്ങോട്ട് ചെന്നോളൂ. ഇത് കേട്ട മഞ്ജുള വളരെയധികം സന്തോഷത്തോടെ മാളവികയെ കാണാനായി നടന്നു. ഒരു കുഴപ്പവുമില്ലാതെ ബെഡിൽ എഴുന്നേറ്റിരുന്ന് മൊബൈൽ നോക്കുന്ന മാളവികയെ കണ്ട മാനേജർ മഞ്ജുളയ്ക്ക് ആശ്വാസമായി. മാഡം, ഇപ്പൊ എങ്ങനെയുണ്ട്? അവൾ ചോദിച്ചു. ഐ ആം പെർഫെക്റ്റ്ലി ഓൾ റൈറ്റ്. ഞാൻ സോഷ്യൽ മീഡിയ നോക്കി, ഈ ചുരുങ്ങിയ നേരം കൊണ്ട് ഞാൻ നല്ലൊരു ന്യൂസ് മെറ്റീരിയൽ ആയല്ലോ, അവൾ ഫോൺ ബെഡിന്റെ സൈഡിലേക്ക് വെച്ചുകൊണ്ട് പറഞ്ഞു. ആയോന്നോ? ദേ, ഇവിടെ ഹോസ്പിറ്റൽ മുഴുവൻ വളഞ്ഞിട്ടുണ്ട് മീഡിയ. ബോധം തെളിഞ്ഞു എന്ന് കേട്ടപ്പോ മുതല് മാഡത്തിന്റെ ഇന്റർവ്യൂ എടുക്കണം എന്നൊക്കെയാ പറയുന്നത്. ഹോസ്പിറ്റലിൽ ക്രിട്ടിക്കൽ ആയിട്ട് കിടക്കുന്ന ഒരു പേഷ്യന്റ് ആണ്, അല്പം റെസ്റ്റും മനസമാധാനം ഒക്കെയാണ് വേണ്ടത് എന്ന മിനിമം ബോധമില്ലല്ലോ ഇവറ്റകൾക്കൊന്നും, മഞ്ജുള പറഞ്ഞു. ഞാൻ എഴുന്നേക്കാൻ കാത്ത് ഇത്രയും നേരം ക്യാമറയും പിടിച്ചു നിന്നതല്ലേ, ഇന്റർവ്യൂ എങ്കിൽ ഇന്റർവ്യൂ ആയിക്കോട്ടെ. അതും പറഞ്ഞ് മാളവിക ബെഡിൽ നിന്ന് എഴുന്നേറ്റ് തന്റെ ഡ്രസ്സൊക്കെ ശരിയാക്കി ഫോണിലെ ക്യാമറ എടുത്ത് വിയർപ്പൊക്കെ ഒന്ന് തുടച്ചു.
ഇന്റർവ്യൂ കൊടുക്കുന്ന സമയം അത്രയും അവൾ വളരെയധികം ഊർജ്ജസ്വലയായി കാണപ്പെട്ടു. ഇത്രയും ക്രിട്ടിക്കലായി ഹോസ്പിറ്റലിൽ ചികിത്സയിൽ കിടന്ന ആളാണ് ഇങ്ങനെ തുടുത്ത മുഖത്തോടെയും വിടർന്ന കണ്ണുകളോടെയും മീഡിയയ്ക്ക് മുന്നിൽ വാചാലയാകുന്നതെന്ന് ആരും വിശ്വസിക്കില്ല. അത്രയും തേജസ്സായിരുന്നു അവളുടെ മുഖത്ത്. എല്ലാം കഴിഞ്ഞ് വീണ്ടും അനന്തന്റെ അടുത്തേക്ക് വന്ന അവൾ തന്നെ രക്ഷിച്ചതിന് നന്ദി പറഞ്ഞു. മിസ്റ്റർ അനന്തൻ, മാളവിക മാഡത്തിന് വേണ്ട മരുന്നുകളൊക്കെ എന്റെ കയ്യിൽ തന്നേക്ക്. ബില്ല് ഞങ്ങള് ഇപ്പൊ തന്നെ സെറ്റിൽ ചെയ്തേക്കാം, മഞ്ജുള പറഞ്ഞു. ഓക്കെ, ബിൽ കൗണ്ടറിൽ ചെന്ന് സെറ്റിൽ ചെയ്തോളൂ. മറ്റു മരുന്നുകളൊന്നുമില്ല. ബോഡിയെ അഫക്ട് ചെയ്തിരുന്ന വിഷം കംപ്ലീറ്റ് ആയിട്ട് റിമൂവ് ചെയ്തിട്ടുണ്ട്. അനന്തൻ പറഞ്ഞത് കേട്ട മാളവികയ്ക്ക് ഒരു അസ്വസ്ഥത തോന്നി. നേരത്തെ തനിക്ക് ബോധം വന്ന നേരത്ത് അനന്തൻ ഇങ്ങനെയൊന്നും ആയിരുന്നില്ല പറഞ്ഞത് എന്നവൾ ഓർത്തു. ഞാൻ ഉണർന്നപ്പോ പറഞ്ഞത് എന്റെ ശരീരത്തിൽ ഇനിയും എന്തൊക്കെയോ പ്രശ്നമുണ്ടെന്നല്ലേ? പിന്നെ പെട്ടെന്ന് എന്താ ഇങ്ങനെ? മാളവിക ചോദിച്ചു. ഞാൻ പറഞ്ഞത് ഇയാളുടെ ബോഡിയെ ബാധിച്ചിരിക്കുന്ന വിഷാംശത്തെ പറ്റി മാത്രമാണ്. അതിനുവേണ്ടി ഇനിയും മരുന്ന് കഴിക്കേണ്ട കാര്യമില്ല. ആ വിഷാംശം ഞാൻ കംപ്ലീറ്റ് ആയിട്ട് തന്നെ റിമൂവ് ചെയ്തിട്ടുണ്ട്. പക്ഷെ താൻ നേരത്തെ അതല്ലല്ലോ പറഞ്ഞത്? അവൾ സംശയത്തോടെ ചോദിച്ചു. ഇല്ല, ഇനിയും തന്റെ ബോഡിയിൽ പ്രശ്നങ്ങളുണ്ട്. അനന്തൻ ഭാവഭേദം ഒന്നും തന്നെ ഇല്ലാതെ പറഞ്ഞത് കേട്ട മാളവികയ്ക്ക് ദേഷ്യം വന്നു. അവൾ അനന്തനോട് കയർത്തു. താനെന്താ കളിക്കുവാണോ? ഞാൻ കേരളത്തിലെ തന്നെ ടോപ്പ് ആൻഡ് റെപ്യൂട്ടഡ് ആയ ഹോസ്പിറ്റൽസില് കൃത്യമായ ഇടവേളകളിൽ ചെക്കപ്പ് നടത്തുന്ന വ്യക്തിയാണ്. ആരും എന്നോട് ഇതുവരെ പറഞ്ഞിട്ടില്ല ഇങ്ങനെ ഒരു കംപ്ലൈന്റ് എന്റെ ബോഡിയിൽ ഉള്ളതായിട്ട്. അവരെക്കാളൊക്കെ വലിയ ഡോക്ടറാണോ താൻ? എന്നിപ്പോഴും ഒരു രോഗിയായി വരുത്തി തീർത്തിട്ട് തനിക്ക് എന്താ ലാഭം? മിസ് മാളവിക, ഒരാളുടെ കഴിവും അറിവും പ്രായത്തിൽ അധിഷ്ഠിതമാണോ? അല്ലല്ലോ. അതുപോലെ തന്നെ ഇത്രയും ചെറിയ പ്രായത്തില് സ്വന്തം കഴിവ് കൊണ്ട് ഉയർന്നു വന്ന ഒരാൾക്ക് നന്നായി അറിയാമായിരിക്കും. അതുകൊണ്ട് ഞാൻ എത്ര വലിയ ഡോക്ടറാണ് എന്നുള്ള ചോദ്യം വിട്ടേക്ക്. പിന്നെ ഞാൻ പറഞ്ഞതുപോലെ ഒരു പ്രശ്നം തന്റെ ബോഡിയിൽ ഇല്ല എന്ന് തനിക്ക് അത്രയ്ക്ക് ഉറപ്പാണ്. എനിക്ക് ഒരു കാര്യം ചോദിക്കട്ടെ. എല്ലാ മാസവും ആദ്യ ദിവസവും 15-ാം ദിവസവും താൻ ദുസ്വപ്നങ്ങൾ കണ്ട് ഞെട്ടി ഉണരാറില്ലേ? എന്താ സത്യമല്ലത്? അനന്തൻ ചോദിച്ചു. ഇത് കേട്ട മാളവികയുടെ ശരീരം ആകെ തണുത്തു കയറി. കാരണം അവൾ ഒരിക്കലും ഒരാളോട് പോലും പറഞ്ഞിട്ടില്ലാത്ത ഒരു കാര്യമാണ് അനന്തൻ ഇപ്പോൾ അവളോട് ചോദിച്ചത്. അവൾ എന്തു പറയണമെന്നറിയാതെ തറഞ്ഞു നിന്നു. കുറച്ചു നേരത്തെ പതർച്ച വിട്ടുമാറിയപ്പോഴാണ് അവൾ ചോദിച്ചത്. ഇതെങ്ങനെ തനിക്കറിയാം? ആരാ പറഞ്ഞത് ഇക്കാര്യം? അവളുടെ സ്വരത്തിൽ അപ്പോഴും ആ ഞെട്ടൽ അറിയാം. എന്നോട് ആര് പറയാനാ? തനിക്കല്ലാതെ ആർക്കൊക്കെ അറിയാത്? അത് വിട്, തന്റെ കാര്യത്തിലേക്ക് വരാം. ആ ദുസ്വപ്നങ്ങളല്ലേ തന്റെ ഏറ്റവും വലിയ ഫിയർ. അവയെ പേടിച്ച് ഉറങ്ങാൻ പോലും താൻ മടിക്കുന്നു. 1 വർഷത്തിലധികമായി ആ സ്വപ്നങ്ങൾ തന്നെ പിന്തുടരുന്നുണ്ട്. എല്ലാത്തിനും പുറമെ താൻ ഇങ്ങനെ ഇപ്പോഴും ജീവനോടെ ഇരിക്കുന്നത് അതൊരു വലിയ അതിശയം തന്നെയാണ് എനിക്ക്. അനന്തൻ ആ അവസാനം പറഞ്ഞ വാചകം കേട്ട് മാളവികയും മഞ്ജുളയും ഒരുപോലെ ഞെട്ടി. മാഡം, ഇത് സത്യമാണോ? ഇയാൾ പറയുന്നതിൽ വല്ല കാര്യമുണ്ടോ? മഞ്ജുള ചോദിക്കുമ്പോഴും മാളവിക നല്ല ഷോക്കിൽ തന്നെയായിരുന്നു. അതെ, എല്ലാം ഉള്ളതാ. എനിക്കിപ്പോ തന്നെ വിശ്വാസാ. എന്റെ ഈ പ്രശ്നം മനസ്സിലാക്കിയ തനിക്ക് എന്നെ രക്ഷിക്കാനും കഴിയും. അവൾ പ്രതീക്ഷയോടെ അവനെ നോക്കി. കഴിയും. ഈ പ്രശ്നത്തിന് ചികിത്സയുണ്ട്. പക്ഷേ സോറി, എനിക്കിപ്പോ അതിന് ടൈമില്ല. നിങ്ങളുടെ സമയവും ഒത്തിരി വിലപ്പെട്ടതാണെന്നല്ലേ നേരത്തെ പറഞ്ഞത്? പിന്നെ ബെറ്റർ ചികിത്സ തരാൻ വേറെ ഹോസ്പിറ്റൽസ് ഉണ്ട് ഇവിടെ. സോ നിങ്ങൾക്ക് ബാക്കി കാര്യങ്ങളൊക്കെ സ്വയം നോക്കാവുന്നതേ ഉള്ളൂ. അത്രയും പറഞ്ഞ ശേഷം ഒരു മറുപടിക്ക് പോലും അവസരം നൽകാതെ അനന്തൻ മാളവികയെ പൂർണ്ണമായും അവഗണിച്ചു. തന്റെ പെരുമാറ്റമാണ് അനന്തനെ ദേഷ്യം പിടിപ്പിച്ചത് എന്ന് മനസ്സിലാക്കിയ മാളവിക വേഗം പിന്നാലെ ചെന്ന് മാപ്പ് പറഞ്ഞു. എന്റെ ജീവൻ രക്ഷിക്കണോ അനന്ത? പ്ലീസ്. എന്റെ അറിവില്ലായ്മ കൊണ്ട് എന്തൊക്കെയോ വായി തോന്നിയത് വിളിച്ചു പറഞ്ഞു. അത് മനസ്സിൽ വെക്കരുത്, മാളവിക പറഞ്ഞു. അനന്തൻ ഒന്നും പറയാതെ നേരെ വീട്ടിലേക്ക് പോവുകയാണ് ചെയ്തത്. അനന്തൻ അവളുടെ ജീവൻ രക്ഷിച്ചത് താൻ കാരണമാണ് അവൾ ഈ അവസ്ഥയിൽ എത്തിയത് എന്നുള്ള കുറ്റബോധം ഉള്ളത് കൊണ്ട് കൂടിയാണ്. പക്ഷെ അവളുടെ അഹങ്കാരം അത്രയും സഹിക്കേണ്ട കാര്യം തനിക്കുണ്ടെന്ന് അനന്തന് തീരെ തോന്നിയില്ല. അടുത്ത ദിവസങ്ങളിൽ അനന്തനും വാസുദേവനും അവരുടെ ഡിസ്പെൻസറിയും ഒക്കെ ആകെ തിരക്കിലായിരുന്നു. അനന്തൻ ആ പുസ്തകങ്ങൾ തിരുത്തി കറക്റ്റായ മരുന്നുകൂട്ടുകൾ എഴുതി ചേർക്കുന്നതിന്റെ തിരക്കിലായിരുന്നു. വാസുദേവന് ലൈസൻസ് കിട്ടിയതിനു ശേഷം രോഗികളെ നോക്കുന്നതിന്റെ വെപ്രാളമാണ്. അതേസമയം കഴിഞ്ഞ ദിവസങ്ങളിലെ ന്യൂസും നാഷണൽ ആയുർവേദിക് ഹോസ്പിറ്റലിലെ പ്രശ്നങ്ങളും
അതുപോലെ അനന്തന്റെ ചെറിയ ഡിസ്പെൻസറിയിൽ വെച്ച് മാളവിക നന്ദഗോപാലിനെ സുഖപ്പെടുത്തിയ വാർത്തയും ഒക്കെ കൂടി അവരുടെ ക്ലിനിക്കിന്റെ റേഞ്ച് ആകെ മാറിയിരിക്കുന്നു. രോഗികൾ പലരും അവിടേക്കാണ് ആദ്യം ഓടിയെത്തുന്നത്. സ്റ്റാഫ്സ് എല്ലാവരും നല്ല ആവേശത്തിലുമാണ്. വാസുദേവനാണെങ്കിൽ സമയത്ത് ആഹാരം കഴിക്കാൻ പോലും ആകാതെ ഓടി നടക്കുന്നുണ്ട്. മൃതസഞ്ജീവനിയിലെ ചെടികൾ ഈ സമയം അനന്തന് വളരെ ഉപകാരപ്രദമായിരുന്നു. അവയില്ലായിരുന്നുവെങ്കിൽ ഉറപ്പായും ഔഷധങ്ങൾക്ക് വളരെയധികം ഷോർട്ടേജ് അവിടെ ഉണ്ടായേനെ. ഇത്രയും തിരക്കുകൾ കാരണം അനന്തന് തന്റെ പുതിയ ബംഗ്ലാവിലേക്ക് പോകാനോ ഒന്ന് തിരിഞ്ഞു നോക്കാനോ കൂടി കഴിഞ്ഞിട്ടില്ല. അടുത്ത ദിവസം അനന്തൻ ഹോസ്പിറ്റലിലേക്ക് പോയപ്പോൾ അവിടെ ഒരു ആൾക്കൂട്ടം കണ്ടു. അനന്തന് ഊഹിക്കാൻ കഴിയും മാളവിക നന്ദഗോപാൽ അവിടെ എത്തിയിട്ടുണ്ട് എന്ന്. ആരാധകർ അവരെ കണ്ട് കൂട്ടം കൂടിയതാണ്. പക്ഷേ ഇത്തവണ അവളോടൊപ്പം യദു ഭാർഗവനും ഉണ്ടായിരുന്നു. ആഹാ, അനന്തൻ എത്തിയോ? ഞാൻ വന്നിട്ട് കുറച്ചധികം നേരമായി. കാര്യം വേറൊന്നുമല്ല, എന്റെ ഈ ഫ്രണ്ടിന് ഇവിടെ ട്രീറ്റ്മെന്റ് വേണം. യദു ഒരു മുഖവരിയും ഇല്ലാതെ തന്നെ പറഞ്ഞു. മാളവിക നന്ദഗോപാൽ നിന്റെ ഫ്രണ്ടായിരുന്നോ? അനന്തൻ ചോദിച്ചു. മാളവികയെ നോക്കുമ്പോഴുണ്ട് അവൾ വളരെയധികം ക്ഷീണിതയായി കാണപ്പെട്ടു. നല്ല വിളർച്ച ഇരു കണ്ണുകളിലും അറിയാം. കൺതടങ്ങളിൽ കറുപ്പ് പടർന്നിട്ടുണ്ട്. ഇവിടെ നിന്ന് പോകുമ്പോൾ കണ്ട ആളെയല്ല എന്ന് അനന്തന് തോന്നി. ഫ്രണ്ട് മാത്രമല്ല, നമ്മുടെ മേദിനി ധാരയുടെ ബ്രാൻഡ് അംബാസഡർ കൂടിയാണ് ഇപ്പൊ അവര്. അതുകൊണ്ട് അനന്തൻ ഇതൊരു സ്പെഷ്യൽ കേസായിട്ട് കൺസിഡർ ചെയ്യണം. യദു പറഞ്ഞത് കേട്ട് അനന്തൻ അവളെ അടിമുടിയൊന്ന് ഒഴിഞ്ഞു. മേദിനി ധാരയുടെ സഹായത്തോടെ ജീവൻ നിലനിൽക്കുന്നുണ്ട് എന്ന് മാത്രമേ ഉള്ളൂ. ആൾ നല്ല അവശയാണ് എന്ന് അനന്തൻ മനസ്സിലാക്കി. ഓക്കെ, അകത്തേക്ക് ഇരുന്നോളൂ, ഞാനൊന്ന് നോക്കട്ടെ. അനന്തന്റെ മറുപടി കേട്ടതും അവൾക്ക് പാതി ജീവൻ തിരികെ ലഭിച്ചു. അവൾ അകത്തെ ബെഡിലേക്ക് ചെന്നു. മിസ്റ്റർ അനന്തൻ, ഞാൻ അന്ന് പറഞ്ഞതിനെല്ലാം സോറി. അതെല്ലാം മറന്ന് എന്നെ ട്രീറ്റ് ചെയ്യണേ. എത്ര കാശ് വേണമെങ്കിലും ഞാൻ തരാം. ഈ അവസ്ഥയൊന്ന് മാറി കിട്ടിയാൽ മാത്രം മതി. മാളവിക പറഞ്ഞതൊന്ന് കേട്ട ഭാവം പോലും നടിക്കാതെ അനന്തൻ അവളുടെ നെറ്റിയുടെ നടുവിലായി അവന്റെ പെരുവിരൽ അമർത്തി. ആ നിമിഷം തന്നെ ഒരു തരം നെഗറ്റീവ് എനർജി അവന്റെ വിരലിൽ തട്ടുന്നത് പോലെ അവൻ അനുഭൂതി ലഭിച്ചു. മാത്രമല്ല, മേദിനി ധാരയുടെ ശക്തി ഇപ്പോൾ അവളുടെ ശരീരത്തിൽ തെല്ലും അവശേഷിക്കുന്നില്ല എന്നും അവൻ മനസ്സിലാക്കി. ഇത് കണ്ട അനന്തൻ അവളോട് ചോദിച്ചു, ഈ ദുസ്വപ്നങ്ങൾ ശരിക്കും തന്നെ അലട്ടാൻ തുടങ്ങിയിട്ട് എത്ര നാളായി? മാളവിക ഒട്ടും ആലോചിക്കാതെ തന്നെ അതിന് മറുപടി പറഞ്ഞു. എനിക്ക് ആക്സിഡന്റ് സംഭവിച്ച അന്ന് മുതൽ, അബോധാവസ്ഥയിൽ കിടക്കുന്ന സമയം മുതൽ ഞാൻ കാണുന്ന സ്വപ്നങ്ങൾ എന്നെ അലട്ടുന്നുണ്ടായിരുന്നു. പിന്നീട് അത് തുടർന്നു. കാർ ആക്സിഡന്റ് ആവുന്ന സമയം എന്നിൽ എന്തൊക്കെയോ മാറ്റങ്ങൾ പോലെ എനിക്ക് തോന്നിയിരുന്നു. ഒരു പ്രത്യേക തരത്തിലുള്ള ശബ്ദവും പിന്നെ എന്തൊക്കെയോ ബ്ലറായ ഇമേജസ് ഒക്കെ കണ്ണിന്റെ മുന്നിലൂടെ പാഞ്ഞു പോകുന്നത് പോലെ. പക്ഷെ ഇത് ആരോടെങ്കിലും പറഞ്ഞ അത് എന്റെ ആ ഷോക്കിൽ അപ്പൊ തോന്നിയതാണ് എന്നേ പറയൂ. അതുകൊണ്ട് ഞാൻ ആരോടും പറഞ്ഞില്ലത്. പക്ഷെ എനിക്കിപ്പോ ഈ ഇടയായിട്ട് ഒരു പേടി, എന്റെ ശരീരത്തിൽ ഗോസ്റ്റ് എന്തെങ്കിലും കടന്നു കയറിയിട്ടുണ്ടോ എന്ന്. അവൾ ഭയത്തോടെ പറഞ്ഞു. ആക്സിഡന്റിന് മുൻപ് താൻ എവിടേക്കാ പോയത്? അനന്തൻ ചോദിച്ചു. അതിനവൾക്ക് അല്പനേരം ആലോചിക്കേണ്ടി വന്നു. ആക്സിഡന്റിന് മുൻപുള്ള കാര്യങ്ങൾ കുറച്ച് പ്രയാസപ്പെട്ടാണ് അവൾ ഓർത്തെടുത്തത്. അത് ഞാൻ ചാരിറ്റിയുടെ ഭാഗമായിട്ട് ഒരു വില്ലേജിലേക്ക് പോയി. പിന്നെ അവിടെ വെച്ച് എന്നെ ഒരു എലി കടിച്ചു. അവിടെ നല്ല ഹോസ്പിറ്റലൊന്നും ഇല്ലാതിരുന്നത് കൊണ്ട് ഞാൻ സിറ്റിയിലേക്ക് തിരിച്ചു വന്ന ശേഷമാണ് അതിന് ട്രീറ്റ്മെന്റ് എടുത്തത്. പിന്നെ അതിന്റെ തൊട്ടടുത്ത ദിവസമായിരുന്നു കാർ ആക്സിഡന്റ്. മാളവിക പറഞ്ഞു. അനന്തൻ അതിനൊന്നും പറയാതെ കുറെ നേരം ചിന്തിച്ചു. എന്താണ് അവൾക്ക് സംഭവിച്ചിരിക്കുന്നത് എന്ന കാര്യത്തിൽ അനന്തന് ഒരു വ്യക്തത വന്നിട്ടില്ല. അതിനാൽ തന്നെ അവൻ എടുത്തു ചാടി അവളോടൊന്നും പറയാൻ പോയില്ല. അവളോടൊപ്പം ഉണ്ടായിരുന്ന യദു ഇതെല്ലാം കേട്ടുകൊണ്ട് നിൽക്കുകയാണ്. എലി കടിച്ചെന്നോ? അവിടെ എലിശല്യം ഉണ്ടെങ്കിൽ അവർക്ക് വല്ല പൂച്ചയും വളർത്തിക്കൂടെ? അവനത് തമാശ പോലെയാണ് ചോദിച്ചത് എങ്കിലും അതിന് വളരെ സീരിയസ് ആയി തന്നെയാണ് മാളവിക മറുപടി പറഞ്ഞത്. അല്ല യദു, പൂച്ചകളെ വളർത്തിയിട്ട് കാര്യമൊന്നുമില്ല. അവിടുത്തെ എലികൾക്ക് നോർമൽ എലികളുടെ സൈസ് അല്ല, നല്ല വലുതാണ്. പൂച്ചയൊക്കെ നിസ്സാരമായിട്ട് അവ കടിച്ചു കൊല്ലുന്നുണ്ടെന്നാ ആ നാട്ടുകാർ പറഞ്ഞു. അവരതിനെ കൊണ്ട് പൊറുതിമുട്ടി ഇരിപ്പ. മാളവിക പറഞ്ഞു. ആ എലി എവിടെ കടിച്ച്? എനിക്ക് ആ പാടൊന്ന് കാണണം. അനന്തൻ ചോദിച്ചതും അവൾ തന്റെ കാൽപാദത്തിലെ ഒരു മുറിപ്പാട് കാണിച്ചു കൊടുത്തു. ഇവിടെ കടിച്ച്? കടിച്ചത് എലിയാണെങ്കിലും പട്ടി കടിച്ചതുപോലെയുള്ള ബഹളമായിരുന്നു അവിടെ അന്നേരം. ഞാൻ വേദന കൊണ്ടും പേടിച്ചും നിലത്ത് വീണിട്ടും ആ എലി പിടിവിട്ടില്ല.
പട്ടിയെ തല്ലി ഓടിക്കാൻ വരുന്നത് പോലെയാണ് ആളുകൾ എന്നെ രക്ഷിക്കാനായിട്ട് ഓടി വന്നത്. അതിന് അവര് തല്ലി കൊല്ലുകയും ചെയ്തു. മാളവിക പറഞ്ഞു തീർന്നതും അനന്തൻ എന്തോ അർത്ഥം വെച്ചൊന്ന് മൂളി. ശേഷം അവൻ ഒരു മന്ത്രം ചൊല്ലിക്കൊണ്ട് അവളുടെ ആ മുറിപ്പാടിൽ കൈ തൊട്ടതും എന്തോ ഒരു കറുത്ത നിഴൽ ആ മുറിവിൽ നിന്നും പുറത്തു ചാടുന്നത് കണ്ട് മാളവിക വിറച്ചുപോയി. എന്തായിരിക്കും മാളവികയിൽ നിന്നും ഒഴിഞ്ഞുപോയ ആ കറുത്ത നിഴൽ? അധ്യായം 95. അനന്തൻ മാളവികയുടെ മുറിവിൽ ഒന്ന് തൊട്ടതും ആ മുറിവിൽ നിന്നും ഒരു കറുത്ത നിഴൽ രൂപം പുറത്തേക്ക് ചാടി. അത് നേരെ അനന്തന്റെ ദേഹത്തേക്ക് കയറാനാണ് ശ്രമിച്ചത്. അത്രയ്ക്കായോ? ആക്രോശിച്ചുകൊണ്ട് അവൻ ആ നിഴൽ രൂപത്തെ ചുമരിലേക്ക് വലിച്ചെറിഞ്ഞു. ഇത് കണ്ട യദുവും മാളവികയും പേടിച്ചു നിൽക്കുകയാണ്. ഇപ്പോ എല്ലാം ഓക്കെ. ഇനി ആ ദുസ്വപ്നങ്ങള് ഒരിക്കലും തന്റെ ഉറക്കം കെടുത്തില്ല. പിന്നെ എനിക്ക് ആ വില്ലേജ് എവിടെയാണെന്ന് അറിയണം. കാരണം കേട്ടെടുത്തോളം ഇത് കുറച്ച് എലികളുടെ മാത്രം പരിപാടിയല്ല. ചില മനുഷ്യരുടെ കൈകള് ഇതിന് പിന്നിലുണ്ട്. ആ ഗ്രാമത്തിലേക്ക് എനിക്ക് ഉടനെ തന്നെ പോണം. അനന്തൻ അത് പറയുമ്പോഴും യദുവിന്റെയും മാളവികയുടെയും കണ്ണുകൾ ആ ചുമരിനരികിൽ കിടന്ന് പുളയുന്ന നിഴൽ രൂപത്തിലായിരുന്നു. അനന്തന്റെ കയ്യിൽ നിന്ന് വന്ന വൈദ്യുത പ്രവാഹം താങ്ങാനാവാതെ അത് അവിടെ കിടന്ന് കുറച്ചു പുളഞ്ഞ ശേഷം മെല്ലെ മങ്ങി മങ്ങി അപ്രത്യക്ഷമായി. അത് ആ ഗ്രാമത്തിലുള്ള ആരുടെയെങ്കിലും പണിയാണെങ്കിൽ എനിക്കും അത് അറിഞ്ഞേ പറ്റൂ. ഞാൻ അവർക്കൊക്കെ ഒരുപാട് സഹായങ്ങൾ ചെയ്തിട്ടുണ്ട്. എന്നിട്ട് അവരെന്നെ ദ്രോഹിക്കാൻ ശ്രമിച്ചോ? എങ്കിൽ എനിക്ക് അറിയണോ അത്? ആർക്കാ എന്നെ കൊല്ലേണ്ടെന്ന്? അവൾ ദേഷ്യവും വിഷമവും കലർന്നാണ് പറഞ്ഞത്. അനന്തരം ഈ സമയം ഇതിനെപ്പറ്റിയൊക്കെ തന്നെയാണ് ആലോചിക്കുന്നത്. പക്ഷേ അവനെ അലട്ടിയത് കൂടുതലും മറ്റൊരു കാര്യമാണ്. തന്റെ മേദിനി ധാര കുടിച്ചിട്ടും അവശയായ ഒരേ ഒരു വ്യക്തിയാണ് മാളവിക. എന്ത് ദുഷ്ടശക്തിയുടെ സ്വാധീനം കാരണമാണെങ്കിലും അങ്ങനെ സംഭവിക്കേണ്ടതല്ല. അതായിരുന്നു അവനെ കൂടുതൽ അലട്ടിയത്. ശരി, നമുക്ക് ഒരുമിച്ച് തന്നെ പോവാം അങ്ങോട്ടേക്ക്. തനിക്ക് വഴിയറിയാലോ. പിന്നൊരു കാര്യം, എന്നോടൊപ്പം അങ്ങോട്ടേക്ക് വരുമ്പോ ഞാൻ പറയുന്ന ചിലതൊക്കെ അനുസരിക്കേണ്ടി വരും. അല്ലാതെ ഈ സെലിബ്രിറ്റി സ്റ്റാറ്റസും വെച്ച് അവിടേക്ക് ചെന്നാൽ എനിക്ക് വേണ്ട കാര്യങ്ങളൊന്നും നടക്കില്ല. അതിനോക്കെ ആണെങ്കിൽ മാത്രം എന്നോടൊപ്പം വന്നാൽ മതി. അനന്തൻ പറഞ്ഞു. ഞാൻ എല്ലാം സമ്മതിക്കുന്നു. നമുക്ക് രണ്ടാൾക്കും ഫ്രീ ടൈം ഉള്ളത് എന്നാണോ അന്നിറങ്ങാം അവിടേക്ക്. മാളവിക പറഞ്ഞു. അങ്ങോട്ടേക്ക് പോകുന്ന കാര്യം പറയുമ്പോൾ മാളവികയുടെ കണ്ണിൽ ഒരു പ്രത്യേക ഭാവം, ഒരു തീ കനൽ പോലെ അനന്തന് കാണാം. അവളെ ഈ ദുസ്വപ്നങ്ങൾ കഴിഞ്ഞ ഒരു വർഷക്കാലം എത്രത്തോളം ബുദ്ധിമുട്ടിച്ചിട്ടുണ്ട് എന്ന് അവളുടെ ആ കണ്ണുകളിൽ കാണാം. അത്രയും ദേഷ്യമുണ്ട് അവൾക്കിത് ചെയ്തവരോട്. ഇതൊരു ദുരാത്മാവിന്റെ മാത്രം കളിയായിരുന്നുവെങ്കിൽ അവൾ അത് സഹിച്ചേനെ. പക്ഷേ ഒരു മനുഷ്യനാണ് ഇതിന്റെ പിന്നിലെന്ന് കേട്ടപ്പോൾ അവൾക്ക് സഹിക്കാനായില്ല. അതുകൊണ്ട് തന്നെ അവൾക്ക് ആളെ കണ്ടെത്തണമെന്നും ആളോട് നല്ല പ്രതികാരം ചെയ്യണമെന്നും വാശി തോന്നി. അനന്തൻ നേരെ പോയത് ബംഗ്ലാവിലേക്കാണ്. അവിടെ എത്തിയ അനന്തൻ തന്റെ ചുവന്ന കുംഭത്തിൽ എന്തെങ്കിലും ദോഷങ്ങളോ പോരായ്മകളോ ഇല്ല എന്ന് ഉറപ്പുവരുത്തി. എന്തുകൊണ്ടാണ് മേദിനി ധാര മാളവികയിൽ ഫലം കാണാത്തത് എന്നായിരുന്നു അവന് പരിശോധിക്കേണ്ടിയിരുന്നത്. തികഞ്ഞ പരിശുദ്ധിയോടെ ഞാൻ തയ്യാറാക്കിയ പാനീയം, അതിലിപ്പോഴും അല്പം പോലും കളങ്കമില്ല. ഒരു തുള്ളി മതി ആരുടെയും ജീവിതം മാറി മറിയാൻ. എന്നിട്ട് മാളവികയ്ക്ക് മാത്രം എങ്ങനെ? ഇതിനുള്ള ഉത്തരം എനിക്ക് ആ ഗ്രാമത്തിൽ നിന്ന് മാത്രമേ ലഭിക്കൂ. അനന്തൻ ചിന്തിച്ചു. അനന്തൻ ആ ബംഗ്ലാവിൽ നിന്ന് തിരികെ ഇറങ്ങിയതും ഒരു പരിചിതമായ ശബ്ദം അവന്റെ കാതുകളിലേക്ക് വന്നു വീണു. ആഹാ, അനന്തനെന്താ ഇവിടെ? വിധി നമ്മളെ വീണ്ടും കൂട്ടിമുട്ടിച്ചു അല്ലേ? മറ്റാരുമല്ല, സൈരന്ധ്രി തന്നെയാണ് വന്നിരിക്കുന്നത്. ഒരു മനോഹരമായ പുഞ്ചിരിയോടെ അവൾ അനന്തന്റെ അടുത്തേക്ക് ചെന്നു. ശോ, ഇങ്ങനെ നോക്കല്ല ചെറുക്ക. എന്തൊരു പവറാണ് ഈ കണ്ണുകൾക്ക്. എനിക്ക് ചിലപ്പോ എന്നെ കൺട്രോൾ ചെയ്യാൻ പറ്റിയെന്ന് വരില്ല. അവൾ പറയുന്നത് കേട്ട് അനന്തന് ചിരിയാണ് വന്നത്. അതുകൊട്ടെ, നീ എന്താ ഇവിടെ? അനന്തൻ ചോദിച്ചു. ഞാനോ? ഞാനിവിടെ മേദിനി ധാര അന്വേഷിച്ചു വന്നതാ. നേരിട്ട് വന്ന് വാങ്ങിയ വില കുറച്ച് കിട്ടിയാലോ. പക്ഷെ നിന്നിവിടെ കാണുമെന്ന് ഞാൻ തീരെ പ്രതീക്ഷിച്ചില്ല, അവൾ പറഞ്ഞു. അവൾ പറഞ്ഞത് കേട്ട് അനന്തൻ കുറച്ചു നേരം എന്തോ ചിന്തിച്ചു. ശേഷം എന്തോ തീരുമാനിച്ചുകൊണ്ട് അവളോട് ഇങ്ങനെ പറഞ്ഞു. എനിക്ക് തന്റെ ഒരു സഹായം വേണം. ഇത് കേട്ട് സൈരന്ധ്രിയുടെ മുഖത്ത് നിർവചിക്കാനാകാത്ത ഭാവങ്ങളാണ് വിരിഞ്ഞത്.
സന്തോഷം കൊണ്ട് അവളുടെ മനസ്സ് തുള്ളിച്ചാടി. ഓ, ഒടുവിൽ എന്നോട് എന്തെങ്കിലുമൊക്കെ ആവശ്യപ്പെടാൻ തോന്നിയില്ല. എന്ത് വേണോന്ന് മാത്രം പറഞ്ഞാ മതി, നിനക്ക് വേണ്ടി എന്ത് ത്യാഗം സഹിച്ചും ഞാനത് ചെയ്തു തരും. അവൾ അല്പം നാടകീയമായി തന്നെ മറുപടി നൽകി. അത്രയ്ക്ക് ത്യാഗമൊന്നും സഹിക്കണ്ട. ഞാൻ ഒരു കുഴപ്പം പിടിച്ച സ്ഥലത്തേക്കാണ് പോകുന്നത്. അവിടെ എനിക്ക് എതിരാളികളായി ചില പൈശാചിക ശക്തികളായിരിക്കും ഉണ്ടാവുക. എനിക്ക് നിന്നെ കൊണ്ട് എന്തെങ്കിലും സഹായം നേടാനായല്ലോ എന്ന് കരുതിയാണ് വിളിച്ചത്, അനന്തൻ പറഞ്ഞു. എന്നെപ്പോലെ ഒരു പാവം പിടിച്ച പെണ്ണിന്റെ സഹായം വേണ്ടി വരുമോ ഇത്രയും കേമനായ യോദ്ധാവിന്? ദേവയാനിയെയും ബ്രഹ്മദത്തനെയും ഒക്കെ പുഷ്പം പോലെ കൊന്നുതള്ളിയ ആളാണോ ഇത് പറയുന്നത്? ഞാൻ വേണമെങ്കിൽ നിനക്ക് ഏതെങ്കിലും മാന്ത്രികന്മാരെയും ഋഷിപര്യന്മാരെയും ഒക്കെ പരിചയപ്പെടുത്തി തരാം, സൈരന്ധ്രി പറഞ്ഞു. അതെന്ത് പറ്റി ഇപ്പൊ ഇങ്ങനെ? എനിക്ക് അവരുടെ സഹായമാണ് വേണ്ടതെങ്കിൽ ഞാൻ അവരോട് തന്നെ ചോദിച്ചേനെ. ആകാശത്തിന് കീഴിലുള്ള എന്ത് കാര്യവും എനിക്ക് വേണ്ടി ചെയ്യുമെന്നൊക്കെ വീമ്പിളക്കിയിട്ട് ഇപ്പൊ എന്താ പേടി തോന്നുന്നോ? അനന്തൻ ചോദിച്ചു. എനിക്ക് പേടിയോ? ആ ശരിയാ, ചെറിയ പേടിയുണ്ട്. എന്റെ 100 ഇരട്ടി ശക്തിയുള്ള നീ സഹായം ചോദിക്കുമ്പോ എത്രത്തോളം അപകടം നിറഞ്ഞ കളിയാണ് അതെന്ന് എനിക്ക് ഊഹിക്കാം. അപ്പൊ പിന്നെ പേടി തോന്നാതിരിക്കോ? സൈരന്ധ്രി ചോദിച്ചു. നീ അത്രയ്ക്ക് പാവം ചമയണ്ട. ഈ ശരീരത്തിനുള്ളിൽ എത്ര ശക്തിയുണ്ടെന്നും എത്രത്തോളം കുശാഗ്ര ബുദ്ധിയുണ്ടെന്നും ഒക്കെ എനിക്കറിയാം.